ഇന്ന് ഒരു പടം കണ്ടു, മാമൻ. മാമൻ പറഞ്ഞ അങ്കിള്. അത് 2K കിഡ്സ് കാണേണ്ട പടമാണ്. കാരണം മനുഷ്യബന്ധങ്ങളും ഹൃദയസ്പർശിയായ സിനിമ. അങ്ങനെ സിനിമ പണ്ട് 80കളിൽ 90കളിൽ മലയാളത്തിലുണ്ടായിരുന്നു. വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിം. ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് അത് ചെയ്യാറില്ല. കാരണം ഇപ്പോഴത്തെ അങ്ങനത്തെ സിനിമയെല്ലാം പഴയ ഡയറക്ടേഴ്സിനെ പറ്റും. എസ്പെഷ്യലി ലോഹിതദാസ് പോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ല. കാരണം ലോഹിതദാസ് ഒരുപാട് ജീവിതാനുഭവമുണ്ട്. ഇന്നത്തെ ഫിലിം മേക്കേഴ്സ് ജീവിതാനുഭവം കുറവാണ്. അവർ മമ്മൂട്ടി പറഞ്ഞ സിനിമ കണ്ട സിനിമ കാണും, അല്ലാതെ ജീവിതം കണ്ടല്ല. അവർ കുറേ വേൾഡ് സിനിമയെല്ലാം കണ്ട് ഇൻസ്പിറേഷനെല്ലാം ചെയ്യണം. ഞാനിപ്പോൾ ഈ പുതിയ ഇൻഡസ്ട്രിയിൽ എല്ലാ പടം കണ്ടത്, പക്ഷേ ഒരു പടം പോലും റിപ്പീറ്റ് വാല്യൂ ഇല്ല. കാരണം ജീവിതാനുഭവമില്ല, ജീവിതവും ഇല്ല. ഈ 2K കിഡ്സ് പൊതുവേ ജീവിതാനുഭവം കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മനുഷ്യത്വം കുറവാണ്. അപ്പോൾ നല്ലൊരു മൂവിയാണ്. അതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്വാസികൻ അഭിനയിച്ചിട്ടുണ്ട്, ഐശ്വര്യ ലക്ഷ്മി, നായകൻ സൂരി എല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പവിത്രം, അല്ലെങ്കിൽ കിരീടം, ഭരതം, വാത്സല്യം, അങ്ങനെ ഒരുപാട് നല്ല മൂവീസ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ റോൾസെല്ലാം മമ്മൂട്ടി പോലെ ആൾക്കാർക്കേ പറ്റുള്ളൂ, അല്ലാതെ ഫാസ്റ്റ് പറ്റുന്നില്ല. പവിത്രയിൽ എത്ര പേര് കണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ നരസിംഹ ശേഷം വരുന്ന ഫാൻസ് ചെയ്യാനുള്ള പഴയ മോഡൽ ഫിലിംസ് കണ്ടിട്ട് സംശയമുണ്ട്. എന്തായാലും മാമൻ ഞാൻ എത്രയും പേരോട് വിചാരിച്ചില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, നല്ല മൂവിയാണ്. എസ്പെഷ്യലി 2K കിഡ്സിൽ കാണുക. കാരണം ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കുറവ് ഒട്ടും ഇല്ലാത്തതും അങ്ങനെ ഏറ്റവും അധികം വേണ്ടതായ കാര്യം മനുഷ്യത്വമാണ്. മനുഷ്യത്വം സംഭവം ഇപ്പോൾ കുറഞ്ഞു വരുവാണ്. എല്ലാവരും ഇപ്പോൾ ലോജിക്കിന് പറയാം, യുക്തിക്ക് പറയാം. യുക്തി മാത്രം പോരാ, ഇമോഷൻസും വേണം, അപ്പോഴാണ് മനുഷ്യത്വം വരുന്നു. നല്ല പടമാണ്. മലയാളത്തിൽ ഇതുപോലത്തെ പടങ്ങൾ വരട്ടെ. ഇപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒന്നും ഇല്ല. അങ്ങനത്തെ എന്തായാലും വളരെ നന്മയുള്ള സിനിമ. പണ്ട് സർവകലാശാല മോഹൻലാലിൻ്റെ പടം ഇറങ്ങിയപ്പോൾ നല്ല ഏരിയ നന്മ വിജയിക്കട്ടെ, നല്ല സിനിമ വിജയിക്കട്ടെ. ഇപ്പോഴത്തെ മിക്ക സിനിമകളും ഗ്രേസിയുടെ ക്യാരക്ടേഴ്സൊക്കെയാണ്. എന്തായാലും എനിക്കറിയാം, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് മോഹൻലാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം, എത്രയോ നല്ല മൂവീസാണ് ആ കാലത്ത്. അന്നത്തെ സിനിമകൾ പ്രത്യേകം പറഞ്ഞാൽ വൽഗാരിറ്റി ഇല്ല, സിനിമയിൽ വൃത്തികേടില്ല. സത്യന്തിക്കാട്, സിബി മലയില്ല, ലോഹിതദാസ, ഫാസിൽ, പ്രിയദർശൻ, അങ്ങനത്തെ ഒരു കാലം ഇനിയും തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്മയുള്ള കാലഘട്ടം. 2K കിഡ്സിന് 80s കിഡ്സിന് 90s കിഡ്സിന് പുച്ഛമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കാലത്ത് കുറച്ചൊരു നല്ലൊരു അവസ്ഥയായി. മനുഷ്യത്വവും സ്നേഹവും നന്മയിലുണ്ടായി. ഇന്ന് മനുഷ്യത്വം സ്നേഹം നന്മയും വേണ്ട ആർക്കും. എല്ലാവർക്കും വേണ്ട പൈസ മാത്രമാണ്. ഒരുപാട് ലോകം മാറിപ്പോയി. അപ്പോൾ മാമനെ പോലെ നല്ല സിനിമകൾ വന്ന്, മത്സ്യത്വമുള്ള ഹൃദയസ്പർശിയ സിനിമകൾ വന്ന് ആളുകൾ വീണ്ടും മത്സ്യത്വത്തിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.